എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു അനുഭവം വെച്ചാണെങ്കിൽ ഞാനും അല്ലെങ്കിൽ നമ്മുടെ MLA നമ്മുടെ മന്ത്രിയൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ചിന്തിക്കുന്നവരാണ്. പക്ഷേ ഒരു ആവശ്യം നമ്മൾ ചെന്ന് പറഞ്ഞാൽ അത് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കൃത്യമായി അതിന് രാഷ്ട്രീയമോ മറ്റ് ഇടപെടലോ കാര്യങ്ങളോ നോക്കാതെ നമ്മുടെ ആവശ്യങ്ങൾ അത് പരിഗണിക്കുന്ന ആണ് നമ്മുടെ മന്ത്രി അല്ല നമ്മുടെ MLA എന്നുള്ളതിൽ എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്. അല്ലാത്തൊരു സാഹചര്യമുണ്ടായി. KP-യുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടു. പഞ്ചായത്തും ഞങ്ങളുമൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴും അന്നേരം അവിടുത്തെ ആൾക്കാരോടത് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. അവർക്ക് ലാറിയും ബസ്സും പോകുന്ന രീതിയിൽ തീർച്ചയായും ഞാനും അപ്പുറത്താ താമസിക്കുന്നത്, ഞാനും അത് ആഗ്രഹിക്കും. പക്ഷേ KP അതൊരു കാരണവശാലും ഒരു റോഡായി അവരത് അല്ലെങ്കിൽ ആ വീതിയുള്ളൊരു പാലമായി തരില്ല, പണിയില്ല എന്നുള്ളൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞപ്പോൾ ബഹുമാനായ നമ്മുടെ മന്ത്രി അതിൽ ബന്ധപ്പെട്ട് KP-യുമായി ബന്ധപ്പെട്ട് തന്നെ, അതും ഈ വാർഡിലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബന്ധപ്പെട്ടുകൊണ്ട് 10-17 ലക്ഷം രൂപ മുടക്കി അവിടെ നേരത്തെ ഉള്ളതിനേക്കാട്ടിൽ വീതിയിൽ 20 ലക്ഷം രൂപയോളം മുടക്കി നമുക്ക് അങ്ങനെ ഒരു പാലം നമുക്ക് അവിടുത്തെ അക്കരയിലേക്ക് കടന്നു പോകുവാൻ നമുക്ക് പാലം നിർമ്മിച്ച് വളരെ പെട്ടെന്ന് തന്നെ അത് നിർമ്മിച്ച് നൽകുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്ന് തന്നെ സ്കൂളിലെ 2 കോടി രൂപ, അതുപോലെ തന്നെ ഒരു 3 കോടി രൂപയുടെയൊക്കെ വർക്കുകൾ. അപ്പോൾ ആര് രാഷ്ട്രീയമല്ല, ആര് നല്ല പ്രവൃത്തി അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്താലും അത് രാഷ്ട്രീയത്തിന് അതീതമായി അതിന് അംഗീകാരവും അതിനുള്ള അഭിമാന കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അതിൻ്റെ അകത്ത് നമ്മുടെ സാധാരണ മേഖലകൾ, അതായത് മലയോര മേഖലകളിൽ ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനൊരു വികസന പ്രവർത്തനങ്ങൾ ആര് കൊണ്ടുവന്നാലും നമ്മൾ അവരെ അംഗീകരിക്കണം. അത് രാഷ്ട്രീയത്തിന് അതീതമായി. തീർച്ചയായും എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു അനുഭവം വെച്ചാണെങ്കിൽ ഞാനും അല്ലെങ്കിൽ നമ്മുടെ MLA നമ്മുടെ മന്ത്രിയൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ചിന്തിക്കുന്നവരാണ്. പക്ഷേ ഒരു ആവശ്യം നമ്മൾ ചെന്ന് പറഞ്ഞാൽ അത് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കൃത്യമായി അതിന് രാഷ്ട്രീയമോ മറ്റ് ഇടപെടലോ കാര്യങ്ങളോ നോക്കാതെ നമ്മുടെ ആവശ്യങ്ങൾ അത് പരിഗണിക്കുന്ന ആണ് നമ്മുടെ മന്ത്രി അല്ല നമ്മുടെ MLA എന്നുള്ളതിൽ എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്. തീർച്ചയായും ഈ അംഗൻവാടിക്ക് ഫണ്ട് അനുവദിച്ച ഇതിന് അനുവദിച്ച ബഹുമാനായ ഗതാഗത വകുപ്പ് മന്ത്രി, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ പ്രിയപ്പെട്ട MLA നമ്മുടെ മന്ത്രി ഈ പരിപാടിയിലേക്ക് വളരെ ഹൃദയപൂർവ്വം ഇവിടെ കൂടിയ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്.